പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാൻ മാസം സമാഗതമാകുന്നതിന് മുൻപ് എല്ലാ നാടുകളിലും ഇത്തരം അഹ്ലൻ റമദാൻ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ അധികം ആളുകളും ഒരുപക്ഷെ എന്നേക്കാൾ പ്രായമുള്ള ആളുകളായിരിക്കാം. ഒരുപാട് നാളുകളായി ഈ റമദാനിനെ ഇതുപോലെ സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മൾ. കുറേ വർഷമായി നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്. കുറേ നാളുകളായി തറാവീഹ് നമസ്കാരങ്ങളിൽ മുറതെറ്റാതെ നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്ന് വേണ്ട റമദാനുമായി ബന്ധപ്പെട്ട ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അവിടെയെല്ലാം വളരെ ആർജവത്തോടുകൂടി പ്രവർത്തന മികവുകൾ ഏറ്റവും ഭംഗിയാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഒന്നാലോചിക്കുക, ദുനിയാവിലെ പലതും നമ്മെ സന്തോഷിപ്പിക്കും. ദുനിയാവിലെ പല നേട്ടങ്ങളും നമ്മെ സന്തോഷിപ്പിക്കും. പ്രതീക്ഷിക്കാതെ നമ്മുടെ വീട്ടിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പലതും നമ്മെ ഏറെ സന്തോഷിപ്പിക്കും. ആ സന്തോഷത്തിനൊരു പക്ഷേ അതിർവരമ്പുകളൊന്നും ഉണ്ടാവില്ല. അടുത്ത ഒരു സന്തോഷം വരുന്നത് വരെ അതങ്ങനെ നിലനിന്ന് പോവുകയും ചെയ്യും. നമ്മുടെ മക്കൾക്ക് അവരുടെ പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ സാധിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ മക്കൾക്ക് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഏതെങ്കിലും വലിയ സമ്മാനങ്ങൾ ലഭിച്ചാൽ അതിലും നമ്മൾ സന്തോഷിക്കും. നമുക്കില്ലാതിരുന്ന ഒരു വീടിൻ്റെ പണി പൂർത്തിയായി ആ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ അതും നമ്മെ സന്തോഷിപ്പിക്കും. വിവാഹപ്രായമെത്തിയ മകളുടെ വിവാഹം കഴിഞ്ഞാൽ അത് നമുക്കുള്ളിൽ വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടം അതേറ്റവും ലാഭകരമായി മാറിയാൽ ആ കച്ചവടത്തിൻ്റെ ലാഭത്തെ ഓർത്ത് നമ്മൾ സന്തോഷിക്കും. ഇത് ദുനിയാവിൻ്റെ വിഷയമാണ്. ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മെ അതിയായി സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ അവസാനത്തെ മഗ്രിബിൻ്റെ 3 റക്അത്ത് നമ്മെ എത്രമേൽ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഫർദാക്കപ്പെടുന്ന കർമ്മങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കും നിങ്ങൾക്കും, ഈ ലോകത്ത് പട്ടിണി അനുഭവിക്കുന്നവനും ഈ ലോകത്ത് സുഭിക്ഷതയുള്ളവനും പണ്ഡിതനായിട്ടുള്ളവനും പാമരനായിട്ടുള്ളവനും എല്ലാവരും ഒരുപോലെ ഈ മഗ്രിബിൻ്റെ 3 റക്അത്തിനെ ആസ്വദിക്കുന്നുണ്ട്. ഇന്നെങ്ങനെ അതിൽ വ്യത്യാസം വരുന്നത്? എല്ലാവർക്കും 3 ഈ 3-നകത്ത് എങ്ങനെ വ്യത്യാസപ്പെടും? ആ വ്യത്യാസമാണ് ഒരു മനുഷ്യൻ ആ നമസ്കാരത്തെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം. ആ നമസ്കാരത്തിൽ ആ മനുഷ്യൻ എത്തിപ്പെടുമ്പോൾ അവനുണ്ടാകുന്ന മനസ്സാന്നിധ്യം എത്രമാത്രമാണോ അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അവസരത്തെ അവൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. ആലോചിക്കണം, ദുനിയാവിൻ്റെ പല വിഷയങ്ങളും നമ്മെ സന്തോഷിപ്പിക്കുമ്പോൾ പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ദുനിയാവിൻ്റെ കാര്യങ്ങൾ എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകും? ഒരു പരിധി കഴിഞ്ഞാൽ ഇതൊന്നും വരൂലല്ലോ. ഇതൊന്നും നമ്മെ സന്തോഷിപ്പിക്കില്ലല്ലോ. ഇതൊന്നും നമുക്ക് സമാധാനം നൽകില്ലല്ലോ. നമ്മൾ അവസാനം ഒരു രോഗിയായി കിടക്കുമ്പോൾ മക്കളുടെ A+ കൊണ്ട് നമ്മെ സമാധാനിപ്പിക്കാൻ കഴിയില്ലല്ലോ കൂട്ടരെ. നമ്മളുണ്ടാക്കിയ കച്ചവടത്തിൻ്റെ ലാഭം കൊണ്ട് നമ്മുടെ അവസാനത്തെ നിമിഷം സന്തോഷിപ്പിക്കാൻ കഴിയോ? ഇല്ല. ദുനിയാവിൻ്റെ സന്തോഷങ്ങൾ അതിൻ്റെ പരിധി വരെ നമ്മുടെ അരികിൽ സ്ഥാനമുള്ളൂ. എന്നാൽ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സന്തോഷദായകമാകുന്ന ഏതൊക്കെ കർമ്മങ്ങളുണ്ടോ, ഏതെല്ലാം അവസരങ്ങളുണ്ടോ, ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, അതെല്ലാം അള്ളാന്റെ കോടതിയിൽ നാളെ നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞെന്താണെന്നറിയോ? വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹുവുൻ വലഇബുൻ. നിങ്ങൾ ഈ ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വിനോദങ്ങളാ, അത് കുറച്ച് തമാശകളാണ്, കുറച്ച് കളികൾ മാത്രമാ. ഈ കളികൾക്കപ്പുറം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഖുർആൻ പറഞ്ഞെന്താണെന്നറിയോ? വഅന്ന ദാറൽ ആഖിറ, നാളെ പാരത്രിക ലോകം എന്നുള്ളത് ലഹിയൽ ഹയവാൻ,
അതേറ്റവും ജീവസുറ്റതായിരിക്കും. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒന്നാണ്. ആ ഉറപ്പിന്റെ പുറത്തായിരിക്കണം വരാൻ പോകുന്ന റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതെനിക്ക് ഈ ദുനിയാവിൽ ആളാവാൻ വേണ്ടിയാണോ? അല്ല. ഒരു പള്ളിയിൽ 30 ദിവസവും ഞാൻ ഒരാളെ നോമ്പ് തുറപ്പിക്കുന്നുണ്ട്, അതെനിക്കെന്റെ പാരത്രിക ലോകം ജീവസുറ്റതാക്കുന്നതിന് വേണ്ടിയാ. നമ്മൾ പുതിയ കുപ്പായിടുന്ന എന്തിനാ? ഭംഗി കൂടാൻ വേണ്ടിയിട്ടല്ലേ? ഭംഗി കൂടാൻ വേണ്ടിയിട്ടാ. അഴുക്ക് പറ്റിയ വസ്ത്രം നമ്മൾ ധരിക്കില്ല. എന്തേ? ആ അഴുക്ക് പറ്റിയ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ നിലക്കും അതിൻ്റെ സൗന്ദര്യത്തിൽ നിന്നും പിന്നോട്ട് കൊണ്ടുപോകും. അതുണ്ടാവാതിരിക്കാനാ നല്ല വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കണത്. ആ നല്ല വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും നല്ലതാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബാധ്യത. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നിമിഷം എൻ്റെ ജീവൻ അങ്ങ് തീർന്നു കഴിഞ്ഞാലേ, ഞാൻ ഇവിടം കൊണ്ട് തീർന്നു. ഞാൻ ഇന്നലെ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇന്നലെ രാവിലെ 6:20 ട്രെയിനിന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇന്ന് രാത്രി ഞാൻ തിരികെ പോണത്. എൻ്റെ ഉമ്മാൻ്റെ മുഖത്തൊരു മുത്തം കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഭാര്യനോട് സലാം പറഞ്ഞ് മക്കൾക്കൊക്കെ കിടന്നുറങ്ങണം, മക്കൾക്കൊക്കെ ഞാൻ ഒരു ഉമ്മം കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഇവർക്ക് അറിയില്ല കേട്ടോ, ഞാൻ എപ്പോഴാ തിരിച്ചു വരിക, ഞാൻ തിരിച്ചു വരുമോ ഇല്ലേ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിൽ ഇങ്ങനെ തവക്കുല് ചെയ്ത് പോവല്ലേ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹു ഞാൻ നിന്നിൽ ഏൽപ്പിക്കുക എല്ലാ കാര്യങ്ങളും. ഇതൊരു പ്രതീക്ഷയാ. ഈ വരാൻ പോകുന്ന റമദാൻ നമുക്ക് നൽകുന്നത് ഏറ്റവും വലിയ പ്രതീക്ഷയാ. നമ്മൾ സന്തോഷിക്കണം. എനിക്ക് ഈ ഒരു അവസരം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം. കാരണം പുതിയ കാലത്ത് നമ്മുടെ സമൂഹം എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും ബോധ്യമുണ്ട്. നമസ്കരിക്കുന്ന ഒരു മോനായിരുന്നേ, ആരോടും ലഹളകൾക്കും പ്രശ്നങ്ങൾക്കും പോകാത്തൊരു മോനായിരുന്നു. എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറിക്കൊണ്ടിരുന്ന ഒരു മോനായിരുന്നു. കഴിഞ്ഞ ദിവസം 6 പേരെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നത്. പുതിയ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ രാത്രി കയറി വന്ന മക്കൾക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പേടിയായെന്നുള്ളതാണ്. എൻ്റെ വീടിനടുത്ത് മാഞ്ഞാലി എന്ന് പേരുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരുമ്മ ഒരു മകൻ്റെ മുഷിഞ്ഞ വസ്ത്രം കഴുകാനെടുത്തു എന്നാ. ആ കഴുകാനെടുത്ത വസ്ത്രം കഴുകാനെടുത്തു എന്നതിൻ്റെ പേരിൽ വാതിൽ തുറന്നു വരുന്ന ഉമ്മാന്റെ നെഞ്ചത്തായിരുന്നു ആദ്യത്തെ ചവിട്ട്. എന്താ പ്രശ്നം എന്നറിയോ? ആ കഴുകാനിട്ട പാൻറിന്റെ പോക്കറ്റിൽ ഇവൻ എന്തൊക്കെയോ സാധനങ്ങൾ ഒളിപ്പിച്ചിരുന്നു. അതായിരുന്നു പ്രശ്നം. ഉമ്മമാർക്കും ഉപ്പമാർക്കും സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കി ഒരു കാര്യം ഗൗരവത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. അവരുടെ ജീവിതവും അവരുടെ സംസാരവും അവരുടെ പെരുമാറ്റവും പല കോലത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് മുമ്പിൽ റമദാൻ എന്ത് എന്ന് പറഞ്ഞു കൊടുക്കാനും റമദാനിന്റെ പ്രത്യേകതകൾ എന്ത് എന്ന് പറഞ്ഞു കൊടുക്കാനും ഒരു റമദാൻ കൊണ്ട് ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കണം. നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കരിക്കാൻ പോകുന്നത് പോലെ ഒരു ഇടങ്ങേറായിട്ട് മാറരുത്. നോമ്പ് പിടിക്കാനും ഒരാളെ നോമ്പ് തുറപ്പിക്കാനും അതൊന്നൊരു പ്രയാസമായിട്ട് തോന്നുന്ന സംഗതിയായി മാറരുത്. അവര് വന്നല്ലോ, ഇനി എങ്ങനെയാ നോമ്പ് തുറപ്പിക്കാതിരിക്കുക? ഇങ്ങനെയല്ല നമ്മുടെ മക്കൾക്ക് ബോധ്യം വരേണ്ടത്. അവർക്ക് മനസ്സിലാവണം ഒരു നമസ്കാരം കൊണ്ട് എന്താ അവർക്ക് കിട്ടേണ്ടത് എന്ന് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ആലോചിക്കാനും പറഞ്ഞു കൊടുക്കാനും സാധിക്കണം. പ്രിയപ്പെട്ടവർ, ഒരു ദിക്ർ ചൊല്ലിയാൽ സന്തോഷിക്കണം. ഒരു ദിക്ർ ചൊല്ലിയാൽ സന്തോഷിക്കണം. അല്ലാഹ് റസൂൽ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങളുടെ നാവിന് ഏറ്റവും കൂടുതൽ കനം കുറഞ്ഞതും നിങ്ങളുടെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നതുമായിട്ടുള്ളൊരു പ്രാർത്ഥന, ഒരു ദിക്ർ അല്ലാഹ് റസൂൽ പറഞ്ഞു തന്നില്ലേ? ആ ദിക്റുകൾ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ഒരു സാഹചര്യം വീടകങ്ങളിൽ ഒരുക്കുന്നുണ്ട് എങ്കിൽ, എൻ്റെ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ അങ്ങനെ പറയുന്നുണ്ട്, ബോധ്യമാവണം നമ്മുടെ മക്കൾക്ക്. ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടുന്ന ധൈര്യം എന്ത് എന്നുള്ളത് ആ കുടുംബം മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണം. ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ബിഫദ്ലില്ലാ, അള്ളാന്റെ ഫദ്ലിനെ കൊണ്ട് നിങ്ങൾക്ക് തേടാം. റസൂലേ, താങ്കൾ പറഞ്ഞു കൊടുക്കണം ആ ഫദ്ല് കൊണ്ട്, വബി റഹ്മത്തിഹി, അവന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ തേടണം. പടച്ചവന്റെ കാരുണ്യ ഈ വരാൻ പോണ റമദാൻ എന്നുള്ളത് വല്ലാത്തൊരു ഭാഗ്യ, പലർക്കും കിട്ടാത്തൊരു ഭാഗ്യ. നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം നോമ്പെടുത്ത പല ആളുകളൊന്നും ഇല്ലാന്നേ. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഇതുപോലെ കസേര പൊറുക്കിയിട്ട പലരും ഇന്ന് പള്ളിപ്പറമ്പിലെ മൈലാഞ്ചി ചെടികൾക്ക് അടിയിൽ അന്തിവിശ്രമം കൊള്ളുന്നുണ്ട്. അവർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
എത്തുമോന്ന് അറിയില്ല. പ്രാർത്ഥനയില്ല നമ്മൾ എത്തിക്കാൻ വേണ്ടി, അല്ലേ? പ്രാർത്ഥനയില്ല ഇതെത്തുമോ ഇല്ലേ എന്നുള്ള വിഷയം അല്ലാഹു അഅലം. പടച്ചോനിലേക്ക് നമ്മൾ ഭരമേൽപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പലർക്കും കിട്ടാത്ത ഒരവസരമാ, ഒരു ഭാഗ്യമാ നമുക്ക് വന്നിട്ടുള്ളത്. ഫബിദാലിക ഫൽയഫ്റഹു, നിങ്ങൾ സന്തോഷിക്കടോ, നിങ്ങൾ സന്തോഷിക്ക്. ഇതെനിക്ക് കിട്ടിയല്ലോ എന്നുള്ള വല്ലാത്ത ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുന്നേറുവാനുള്ള ഏറ്റവും വലിയ അവസരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആൻ അത് അവസാനിപ്പിക്കുന്നുണ്ട്, ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. നിങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഏറ്റവും വലുത് അതാ. നിങ്ങൾ നേടുന്നതിനേക്കാൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയണം. ഈ ആയത്തിനെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് കേട്ടോ, ഞാൻ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചെയ്യുന്ന പടച്ചവന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായി ഈ ജീവിതത്തെ അലങ്കരിക്കാൻ സാധിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചില ആളുകളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ട്, നിങ്ങൾക്ക് എത്ര ആസ്തി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും. ചിലർ വലിയ ഒരു നീണ്ട ലിസ്റ്റുകളൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. പരലോകത്തേക്ക് വേണ്ടി എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അതൊന്ന് മറച്ചു വെച്ചുകൊണ്ട് നാളേക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, 3 തലമുറയ്ക്ക് തിന്നാനുള്ളത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, 3 തലമുറയ്ക്കും 4 തലമുറയ്ക്കും ജീവിക്കാനുള്ളത് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ പണിയെല്ലാം തീർന്നിട്ടുണ്ട്, എനിക്ക് നല്ല ഒരു വാഹനമുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഈ സൗകര്യങ്ങളാണോ പ്രിയപ്പെട്ടവരെ നമ്മളെ നാളെ നയിക്കുന്നത്? അല്ലട്ടോ, അല്ല. ദുനിയാവിൽ നിങ്ങൾ ആരൊക്കെ ആയാലും എന്തൊക്കെ ആയാലും എങ്ങനെയൊക്കെ ആയാലും ആരുടെയെല്ലാം ഏതെല്ലാം സ്ഥാപനങ്ങളുടെയും ഏതെല്ലാം ആസ്തികളുടെയും നിങ്ങൾ അതിൻ്റെ മുതലാളിയാണ് എന്ന് പറഞ്ഞിട്ടും അള്ളാന്റെ മുമ്പിൽ അതുകൊണ്ട് കാര്യമില്ല കേട്ടോ. നാളേക്ക് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങണം. ആ ഒരുങ്ങാനുള്ളൊരു അവസരം പടച്ചോൻ ഈ തന്നിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സൗഭാഗ്യങ്ങളുണ്ടല്ലോ, കുറേ അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ മാത്രം യോഗ്യതയുള്ള ആളുകളാണോ നമ്മൾ? ആണോ? നമ്മൾ പ്രതീക്ഷിക്കാതെ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കാതെ പടച്ചോൻ കുറേ തന്നിട്ടുണ്ട്. ഈ തന്നതൊക്കെ കിട്ടാൻ മാത്രം യോഗ്യതയുള്ളവരാണോ നമ്മൾ? നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സംസാരം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ഇടപാട്, നമ്മുടെ ഇടപെടലുകൾ, ഇതെല്ലാം ഒന്നെടുത്തൊന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് എനിക്കെൻ്റെ റബ്ബ് നൽകിയിട്ടുള്ള സൗഭാഗ്യം കൊണ്ട് ആ സൗഭാഗ്യം കിട്ടാൻ മാത്രം അർഹതയുള്ള ആളാണോ ഞാൻ? എങ്കിലും എൻ്റെ റബ്ബ് എനിക്ക് തന്നില്ലേന്നേ. ഇത്രമേൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന അവസരം എനിക്കെൻ്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബ് തന്നല്ലോ. ആരോഗ്യപരമായിട്ട് ഞാൻ ഓക്കെയാ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ ശാരീരികപരമായും സാമ്പത്തികപരമായും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലേ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിക്കുക, ഇത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അവസരമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പലർക്കും കൊടുക്കാതെയുള്ള ഈ അവസരത്തിന് ശേഷം നമുക്കൊരു യാത്ര പോകാനുണ്ട്. ആ യാത്രക്ക് വേണ്ടി നമ്മളൊന്ന് റെഡി ആവണം. നാളെ ഒരു യാത്രയുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എല്ലാം നമ്മൾ ഒരുക്കി വെക്കൂലേനെ, എല്ലാം റെഡിയാക്കൂലേ? ബാഗിൽ വേണ്ടതെല്ലാം ഒരുക്കും. ബ്രഷ് ചെയ്യാനുള്ള ബ്രഷ് വരെ നമ്മൾ എടുത്തു വെക്കും. എന്തിനാ? ആ യാത്രയിൽ ഒരു ഭംഗങ്ങളും ഉണ്ടാകരുത്, ഒരു തടസ്സങ്ങളും ഉണ്ടാകരുത്. നിങ്ങൾ ആലോചിക്കുക, ഈ നിമിഷമാണ് എൻ്റെ അവസാനത്തെ നിമിഷം. ഞാനിന്ന് അവസാനം നമസ്കരിച്ച ആ നമസ്കാരമാണ് എൻ്റെ ലാസ്റ്റത്തെ നമസ്കാരം. ഇനി എനിക്ക് നിസ്കരിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ സഹാബാക്കൾക്ക് നേരെ തിരിഞ്ഞെന്ന് പറയാറുണ്ടായിരുന്നത്രേ, ഇത് നിങ്ങളുടെ അവസാനത്തെ നമസ്കാരമായിരിക്കാം. 2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന: 1, നിങ്ങൾ സഫ് ശരിയാക്കണം. 2, നിങ്ങളുടെ അവസാനത്തെ നമസ്കാരമായിരിക്കാം ഇത്. തോന്നിയിട്ടുണ്ടോ നമുക്ക് ഏതെങ്കിലും ഒരു നമസ്കാരം നമസ്കരിക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ നമസ്കാരമായിരിക്കാം, ഇനി അങ്ങോട്ട് എനിക്കെന്റെ റബ്ബിന് വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടാൻ സാധിക്കില്ല എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കൂട്ടരെ? 94 തവണ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കാണ് അല്ലാഹു അക്ബർ. എന്റെ റബ്ബ് ഏറ്റവും വലിയവനാണെന്നുള്ളത്. ആ വലിയവനായ റബ്ബിന്റെ അരികിലേക്ക് നമുക്കൊരു യാത്ര പോകാനുണ്ട്. ആ യാത്ര പോകുമ്പോ കൂടെ കൂടിയ ആളുകൾ ഉണ്ടായി എന്ന് വരൂല. നമ്മൾ ഒറ്റക്കാ പോണത്. ആ ഒറ്റയ്ക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് പോകാനുള്ളൊരു ധൈര്യം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ.
ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് ഇവിടുന്ന് ഉണ്ടാകേണ്ടത്. എൻ്റെ വീടിനടുത്ത് കഴിഞ്ഞ ദിവസം ഒരു മരണം നടന്നു. ആ മരണപ്പെട്ട സ്ത്രീക്ക് 45 വയസ്സുണ്ട്. അവരുടെ ഉപ്പ എപ്പോഴും ജീവിച്ചിരിക്കുക. 80 വയസ്സായ മനുഷ്യൻ ആ മകളുടെ ഒരു വൈകുന്നേര സമയത്ത് ചായ കുടിച്ചിരുന്ന സ്ത്രീയായിരുന്നു. അവർ മക്കളുടെ കൂടെ ഒന്ന് തലകറങ്ങി വീണതാ. ആ തലകറക്കത്തിന് ശേഷം വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് ഓടി. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയോ? ഈ മകളുടെ തലച്ചോറ് 5% മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ എന്ന്. തലച്ചോറിനകത്ത് മുഴുവൻ ബ്ലഡ് ഇങ്ങനെ പടർന്നിട്ടുണ്ട്, പ്രഷർ അടിച്ച് കയറിയതാ. 3-ാമത്തെ ദിവസം അവർ മരണപ്പെട്ടു. 80 വയസ്സുള്ള ഉപ്പ ആ മോളെ ഇങ്ങനെ കബറിലേക്ക് വെച്ച് മൂടുപലകകൾ വെച്ചതിന് ശേഷം അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന പ്രാർത്ഥനകൾ ഇങ്ങനെ ആരംഭിക്കുമ്പോ ആ റബ്ബർ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കാൽമുട്ട് മടക്കി വെച്ചുകൊണ്ട് ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഉപ്പ. 45 വയസ്സുള്ള മോള് പോയപ്പോഴും 80 വയസ്സുള്ള ആൾ ഇവിടെ ബാക്കിയാക്കി പടച്ചോൻ വെച്ചേക്കുക. നമ്മൾ ആലോചിക്കേണ്ട എന്താണെന്നറിയോ? ഈ ദുനിയാവിൽ പടച്ചോൻ നമുക്ക് പല സൗകര്യങ്ങൾ നൽകി, ശാരീരികമായിട്ടുള്ള കായബലങ്ങളെല്ലാം നൽകി. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട് കേട്ടോ. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു ആയുസ് ഇങ്ങനെ അധികരിപ്പിച്ച് നൽകുന്നത് എന്തിനാ? നിങ്ങളുടെ ശാരീരികപരമായ മാറ്റങ്ങൾ വരുന്നത് എന്തിനാ? അതൊരു ഭംഗിക്ക് വേണ്ടി പടച്ചോൻ തന്നതല്ല. അഫല യഅഖിലൂൻ, നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി തന്നതാ. ഞാൻ എപ്പോഴാ പോവാ ഇവിടുന്ന്? എന്റെ അവസാനത്തെ നിമിഷം എപ്പോഴാ? എനിക്ക് ഇനി റമദാനിനെ ആസ്വദിക്കാൻ സാധിക്കുമെന്നേ? ഇനി ഒരു നേരം എനിക്ക് അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് മാറാൻ എനിക്ക് പറ്റോ? എനിക്കൊരാളെ നോമ്പ് തുറപ്പിക്കാൻ കഴിയോ? എനിക്കൊരു നേരത്തെ തറാവീഹ് നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കാൻ എനിക്ക് സാധിക്കോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ അദൃശ്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ, അവസാന നിമിഷം, ഈ ലോകത്തിന്റെ അന്ത്യം അതെന്നാണ് എന്നുള്ളത് അള്ളാന്റെ കയ്യിൽ മാത്രമുള്ള സാധനം. അതൊരു മഖ്ലൂക്കിനും അറിയില്ല. 2048 ആകുമ്പോഴേക്കും ലോകം ഇല്ലാതാകുമെന്ന് പലരും ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പടച്ചോന്റെ കയ്യിലാ. പടച്ചോന്റെ പരിവേഷം ഇന്ന് സ്വീകരിക്കുന്ന പല ആളുകളെ നമുക്കിന്ന് ലോകത്ത് കാണാൻ പറ്റും. വലിയ താടി വെച്ച, വലിയ തൊപ്പി ധരിച്ച, വലിയ തലക്കെട്ടോടുകൂടി ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ എന്ന ആയത്തിന്റെ വിപരീതമായി കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. എന്നിട്ട് അല്ലാഹ് പറയുന്നുണ്ട് കേട്ടോ, വയുനസ്സിലുൽ ഗൈസ, ആകാശത്തുനിന്ന് മഴ ഇറക്കണതും പടച്ചോനാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഒരു പെണ്ണിന്റെ ഉദരത്തിലുള്ളത് എന്തൊക്കെയെന്നുള്ളത് പടച്ചോന് മാത്രമേ അറിയുള്ളൂ. വമാ തദ്രി നഫ്സും ബി അയ്യി അർദിൻ തമൂത്ത്, ഒരു മനുഷ്യൻ എവിടെ വെച്ചാൽ മരിക്കുക എന്നുള്ളത് പടച്ചോനെ അറിയുള്ളൂ. തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദൃശ്യാന്നേ. നമുക്കും അദൃശ്യമാകുന്ന ഒരു കാര്യമായിട്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണത്തെ പരിചയപ്പെടുത്തിയത്. ആ മരണം എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വച്ചാണ്, ഏത് പ്രായത്തിലാണ് നമ്മുടെ അരികിലേക്ക് വരുന്നത് എന്ന് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ വീടിനടുത്ത് പന്ത് കളി കഴിഞ്ഞു വന്ന ഒരു മകൻ, അവൻ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചുകൊണ്ട് തൊട്ട് മുന്നിലുള്ള കുളത്തിൽ കുളിക്കാൻ പോയതാ. ആ മോൻ പിന്നെ തിരിച്ചു വരുന്നത് ഒറ്റയ്ക്കായിരുന്നില്ല. ഒരുപാട് ആളുകൾ അവനിങ്ങനെ തോളിൽ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നത്. 14 വയസ്സുള്ള മോന. അവന്റെ ഉമ്മയും ഉപ്പയും എല്ലാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ മുമ്പിലേക്കാണ് ഈ പൊന്നുമോന്റെ മൃതശരീരം, അനങ്ങാൻ കഴിയാത്തൊരു മൃതശരീരം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകിയിട്ട് ആ മൃതശരീരം ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പം മരിക്കോ? എപ്പം മരിക്കും? മരണോ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോ ആളുകൾക്ക് ഒരു അലങ്കാര വാക്കെന്ന് പറഞ്ഞാൽ ശരിക്കും മരണം, പരലോകം, അല്ലാഹു എന്നൊക്കെ പറഞ്ഞാലേ അത് കേവലം ഒരു അലങ്കാര പദമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, നിങ്ങളെ രണ്ടാമത് അല്ലാഹു പുനർജീവിപ്പിക്കും. നിങ്ങൾക്ക് ഈ ലോകത്തേക്ക് അല്ലാഹു നൽകുന്ന സൗകര്യങ്ങളെല്ലാം അല്ലാഹു തിരിച്ചു വിളിക്കും. അവന്റെ അരികിലേക്ക് നിങ്ങൾക്കൊരു യാത്ര പോകാനുണ്ട്. ഓരോ ദിവസവും ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുന്ന സമയം മുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില്ലേ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? അവസാന ഭാഗം മാത്രങ്ങൾ എടുത്താൽ കേട്ടോ, വഇലൈഹി നുശൂർ, ഞാൻ ഇവിടെ ജീവിക്കാനുള്ളതല്ല, ഞാൻ ഇവിടത്തേക്ക് വേണ്ടി വന്ന ആളല്ല, ഞാൻ വളരെ കുറച്ചു നേരം മാത്രം ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വഴിയാത്രക്കാരൻ മാത്രമാണ്.
ഇത് കഴിഞ്ഞാൽ എനിക്കൊരു യാത്ര പോകാനുണ്ട്. ഇലൈഹിൻ നുശൂർ, അള്ളാന്റെ അരികിലേക്കുള്ള യാത്രയിലാണ് ഞാനുള്ളത്. ആ യാത്രയിൽ എനിക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത്. എനിക്കുണ്ടാകുന്ന പ്രയാസങ്ങളെയെല്ലാം നീക്കിക്കൊണ്ട് എനിക്ക് എൻ്റെ റബ്ബിന്റെ അരികിലേക്ക് പോകാനുണ്ട്. ആ പോകുന്ന സമയവും പോകുന്ന നേരവും എപ്പോഴാന്ന് എനിക്കറിയില്ല. അതിനു മുമ്പേ എനിക്ക് ഒരുങ്ങിയിരിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മനുഷ്യനല്ലേന്നേ. അബൂബക്കറും ഫിൽ ജന്ന എന്നുള്ളാൻ റസൂൽ പറഞ്ഞതാ. പക്ഷെ ഒരു സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറിയിരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. സഹാബാക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അബൂബക്കർ താങ്കൾ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയണത്? നിങ്ങളൊക്കെ ദീനിന് വേണ്ടി വല്ലാതെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ദീനിനെ വല്ലാതെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകളല്ലേ, പിന്നെന്തിനാ താങ്കളൊക്കെ കരയുന്നത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല, എനിക്ക് സ്വർഗം കിട്ടൂലടോ, എനിക്ക് സ്വർഗം കിട്ടൂലേ? ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ടെൻഷനാ, നമ്മുടെ ദുനിയാവിലുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്താ? മോള് നീറ്റ് എക്സാമിൽ പാസ്സാവൂല എന്നുള്ളതാ അല്ലേ? ദുനിയാവിലെ ടെൻഷനുകളാ നമ്മുടേത്. ദുനിയാവിൽ പല ടെൻഷനുകൾ ഉണ്ടാവുന്നേ, അത് സ്വാഭാവിക, ഇത് വന്നതാ, ഇത് എല്ലാവർക്കും വരും. ആ ടെൻഷനുകളെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതാ പടച്ചോൻ തന്നതാ. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന ഒരു ആയത്തില്ലേ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. നിങ്ങൾക്ക് പറ്റാത്തൊന്നും പടച്ചോൻ തന്നിട്ടില്ല, തരയില്ല. ഒരു മോളങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലേ ആ മോളങ്ങൾക്ക് വളർത്താൻ കഴിയുമെന്ന് നമ്മളെയൊക്കെ ഉറപ്പ് പടച്ചോനുള്ളതുകൊണ്ടാണ് തന്നേക്കുന്നത്. എന്നാൽ ചില പേർക്ക് കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അത് അവർക്ക് നോക്കാൻ പറ്റായിക ഉള്ളത് കൊണ്ടൊന്നുമല്ല കേട്ടോ, അത് നമുക്കുള്ളൊരു ദൃഷ്ടാന്തം മാത്രമാണ്. അവർക്ക് കൊടുക്കാത്തത് എനിക്ക് തന്നില്ലേ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അയൽവക്കക്കാരൻ്റെ ചോദ്യപേപ്പറിലേക്കാണ് നമ്മളിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ ഉപ്പയടങ്ങുന്ന, ഉമ്മയടങ്ങുന്ന, മക്കളടങ്ങുന്ന, മാതാപിതാക്കളടങ്ങുന്ന ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ അള്ളാഹ് നൽകിയിട്ടുള്ള ചോദ്യ പേപ്പർ 5 തരത്തിലാണ്. എല്ലാവർക്കും ഒരുപോലെ പഠിച്ചൊന്നും നൽകൂലാന്നേ. ഈ നൽകാത്തതിനെ നമ്മൾ പലപ്പോഴും മറ്റുള്ളതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടാണ് ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും തോറ്റു പോണത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ലോകത്ത് എനിക്കെൻ്റെ റബ്ബ് നൽകിയിട്ടുള്ള അവസരങ്ങളും സൗഭാഗ്യങ്ങളും എത്രമേൽ വലുതാണ്. ആ വലുതായതിനെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? സ്വർഗം നേടുക എന്നുള്ളതല്ലേ. ഒരാൾ ആത്മാർത്ഥമായി നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷമാണെങ്കിൽ പോലും നമ്മൾ പറയും, എനിക്ക് സ്വർഗം വേണം. ഈ ലോകത്ത് ഏറ്റവും വലിയ തോന്നിയാസിയായിട്ട് നടക്കുന്ന മനുഷ്യനോട് ചോദിച്ചാലും അയാളും പറയണം എന്താ? സ്വർഗത്ത് പോകണം തന്നെ പറയുള്ളൂ. പക്ഷെ സ്വർഗം എങ്ങനെയാ കിട്ടുക? വെറുതെ കിട്ടോ? അഫഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ സ്വർഗത്ത് പോകും നിങ്ങൾ കരുതുന്നുണ്ടോന്നേ? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളെക്കാൾ മുമ്പ് ജീവിച്ച കുറേ ആളുകളുണ്ട് കേട്ടോ. നിങ്ങളെക്കാൾ മുമ്പ് ഈ ലോകത്ത് നടന്നുപോയ ആളുകളാ. വസ്സാബിഖൂന സാബിഖൂൻ, വളരെ വേഗത്തിൽ ആവേശത്തോടുകൂടി നടന്ന ആളുകളാ. ആ നടന്ന ആളുകൾ ഉലൈക്കൽ മുഖറബൂൻ, അള്ളാന്റെ അരികിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം ലഭിച്ച ആളുകളാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വരുമ്പോ പ്രവാചകൻ അനുഭവിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും എന്തൊക്കെയാ? നമ്മളിങ്ങനെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എഴുതി തീർക്കാൻ പറ്റും. കാരണം അള്ളാഹ് റസൂൽ അതിന് മാത്രം ഒന്നും കിട്ടിയില്ലെന്നേ. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ അനുഗ്രഹങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. സഹാബാക്കൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും അവർക്ക് കിട്ടിയ സൗകര്യങ്ങളും എന്താണ് എന്നുള്ളത് ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. അവരെക്കാൾ എത്രയോ മുകളിലാണെന്നറിയോ നമ്മൾ? അവരെക്കാൾ എത്രയോ വലിയ സൗഭാഗ്യവാന്മാരാണെന്നറിയോ നമ്മൾ? ശാരീരികമായാലും മാനസികമായാലും സാമ്പത്തികമായാലും നമ്മളെപ്പോഴും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാ. ആ ഉന്നതിയിൽ നിൽക്കുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പറ്റി കൃത്യമായ ബോധ്യം ഉണ്ടാവണം. ശാരീരികമായി പടച്ചോൻ നമ്മളിങ്ങനെ സംവിധാനിച്ചിട്ടില്ലേന്നേ? 2 കാലുകുത്തി ഈ ലോകത്ത് നടക്കാനുള്ള ഒരു അവസരം പടച്ചോൻ തന്നില്ലേ?